മുൻ DGP ഡോക്ടർ ടി.പി. സെൻകുമാർ സാറിലേക്കാണ്. സാർ, ഈ സേലത്ത് നിന്നാണ് ഈ ഇത്ര വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് വീഴ്ച പറ്റുന്നുണ്ടോ എന്നാണ് ചില സംശയങ്ങളൊക്കെ ഉയരുന്നത്. ഈ പോലീസ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ദുർഘടമായ പ്രതിസന്ധി ഈ ഒരു വിഷയത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ടോ? കാരണം പോലീസ് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ഉദ്യോഗസ്ഥർക്ക് പേടിയാകുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? കാരണം ഈ പച്ച വെളിച്ചത്തിൻ്റെയൊക്കെ അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ ഇപ്പോൾ അന്നത്തേതിൻ്റെ 4 ഇരട്ടി ഉണ്ടെന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ടോ കേരള പോലീസിൽ? അങ്ങയുടെ അനുഭവം എങ്ങനെയാണ്? നമുക്ക് ഈ എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലോ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ അതുപോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് അതിനെ കൊടുക്കുന്നതിനുള്ള കൺട്രോൾസ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവശ്യത്തിന് എക്സ്പ്ലോസീവ്സ് കോറികളിൽ കിട്ടാതെ ലൈസൻസ് കൊടുക്കാതെ വരുമ്പോൾ കോറിക്കാർ ഇല്ലീഗലായിട്ട് കോറി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള എക്സ്പ്ലോസീവ്സ് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ പലയിടത്തും സ്ഫോടനങ്ങൾ നടന്നതിന് ശേഷം അതിൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഏത് എക്സ്പ്ലോസീവ് ഫാക്ടറിയിൽ നിന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏത് ബാച്ചാണ്, ഏത് ടൈമിലെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ഫാക്ടറിക്കാരനെ പിടിച്ചാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് പിടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന എല്ലാ വണ്ടികളും ഇപ്പോൾ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഭാഗങ്ങളുമോ, പ്രത്യേകിച്ച് ഇപ്പോഴേ GST വന്നതിന് ശേഷം അങ്ങനെ ഫുള്ളായിട്ട് പരിശോധിച്ചിട്ടല്ല വരുന്നത്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ വണ്ടികളൊന്നും അതിർത്തി കടന്ന് പോരാനായിട്ട് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഇത് മാത്രമല്ല, ഗഞ്ച വരുന്നത് പോലെയുള്ള സാധനങ്ങൾ മത്സ്യവണ്ടിയിൽ പോലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ പോലും ഗഞ്ച കയറ്റി അല്ലെങ്കിൽ മയക്കുമരുന്ന് കയറ്റി വരുന്നുണ്ടെന്നും അറിയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സാധാരണ ഇപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ മലപ്പുറത്തുണ്ടായിരുന്ന അതല്ലെങ്കിൽ കൊല്ലം, തൃശ്ശൂർ ജില്ലയ്ക്ക് വടക്കോ ഭാഗങ്ങളിലേക്കോ ഉണ്ടായിരുന്ന കേസുകളെ അന്വേഷിക്കാനായിട്ട് നിയമിതമായ ടീമിൻ്റെ ഹെഡായിരുന്നു ഞാൻ. ജംഇയ്യത്തുൽ ഇസാനിയ എന്ന് പറയുന്ന ഒരു ടീമാണ് അന്ന് ഇത് ഈ തിയേറ്റർ കത്തിക്കലിനും അതുപോലുള്ള കുറേ മർഡേഴ്സിനും ഒക്കെ ഇൻവോൾവ് ആയത്. അവരെല്ലാം പിടികൂടുകയും അവർക്ക് പലർക്കും ഒരു 2017-18 ഒക്കെ എത്തിയിട്ടാണ് പണിഷ്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാം. അവിടുത്തെ ആ പ്രോഗ്രസ് എങ്ങനെയാണ് കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ പ്രോഗ്രസ് ഉണ്ടായതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇതുപോലുള്ള പല ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ ആൾ ശ്രീ അനിൽ വിളയിൽ പറഞ്ഞ ആൾ വീണ്ടും സർവീസിൽ തിരികെ കയറുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സർവീസിൽ നിന്ന് ആദ്യം സസ്പെൻഷനൊക്കെ ആയെങ്കിലും പിന്നീട് ആൾ സർവീസിൽ തിരികെ കയറുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശ്രീ നമ്മുടെ അന്ന് ആ കാലഘട്ടത്തിൽ, ഇത് 90കളുടെ കാലഘട്ടത്തിൽ മലപ്പുറത്ത് SP ആയിരുന്ന ജൂനിയർ സിൻഹ, അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി പ്രധാനമന്ത്രിയുടെ SPG ഡയറക്ടറായിരിക്കെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വേങ്ങര പൈപ്പ് ബോംബുകൾ കണ്ടെടുത്തത്. അപ്പോൾ പൈപ്പ് ബോംബിലുണ്ടായ ബോംബ് പോലെ ഒന്നും മറ്റൊരു ബോംബ് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ണൂർ ബോംബ് കുറേ അധികം കേസുകൾ കാണാം. പക്ഷെ ആ ബോംബിലൊന്നും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ജലാറ്റിൻ സ്റ്റിക്സ് അല്ല. ഇപ്പം കണ്ണൂരിൽ എത്രമാത്രം ബോംബുകൾ പിടികൂടുന്നുണ്ട്. ആ ബോംബിലൊന്നും ഉണ്ടാകുന്നത് അതിലെല്ലാം കരിമരുന്നും അതുപോലുള്ള നാടൻ ബോംബുകളാണ്. അതിനെയാണ് നാടൻ ബോംബുകൾ എന്ന് പറയുന്നത്. ഇപ്പം ജലാറ്റിൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയിട്ട് വരുന്നവരാണ് RDX പോലുള്ള ബോംബുകൾ. അതിൻ്റെ കപ്പാസിറ്റി കുറേയും കൂടി കൂടുതലാണ്, എക്സ്പ്ലോസീവ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ സാധാരണ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ സാധാരണ
ഈ കരിമരുന്ന് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ബോംബുകൾ ഉപയോഗിക്കില്ല. അത് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ വെടിക്കെട്ടിനും അതുപോലെ നാടൻ ബോംബ് ഉണ്ടാക്കുന്നതിനുമുള്ള കാര്യങ്ങൾക്കാണ്. ഈ ജലാറ്റിൻ 6 അല്ലെങ്കിൽ RDX പോലുള്ള വളരെ ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ബോംബുകൾ ഉണ്ടാക്കുന്നത് അത് പ്രത്യേക തരത്തിലുള്ള ആൾക്കാരാണ്. അതിനാണ് അത്തരം കാര്യങ്ങളാണ് ഈ ടെററിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് വളരെ തീവ്രമായ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണെന്ന് ചർച്ച ചെയ്യുന്നു. അതേസമയം ഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതെല്ലാം തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ സമയത്തോടനുബന്ധിച്ച് തന്നെയാണ് ശ്രീ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുകയും അതേ തുടർന്ന് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് പല മാധ്യമങ്ങളും അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന തലത്തിലെടുക്കുകയും കോടതിയിൽ പോയിട്ട് വളരെ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തത്. അപ്പോൾ അതും അതോടൊപ്പം പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയും പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞവരും അല്ലെങ്കിൽ ശ്രീ ബിനു വാഴമുട്ടത്തിനെ പോലുള്ളവരും യാതൊരു നടപടികളും ഏൽക്കാതെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഭാഗത്ത്, അതേസമയം ആ പ്രവർത്തനങ്ങളെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് തമസ്കരിക്കാനായിട്ട് ഒരു വലിയ വിഭാഗം ശ്രമിക്കുന്നു എന്നുകൂടി ഈ മുഖ്യസൂത്രധാരനെ പിടികൂടിയ സമയത്താണ്, ഈ ഹാരിസിനെ പിടികൂടിയ സമയത്താണ് TGയുടെ ഒരു അറസ്റ്റ് നാടകം ഉണ്ടാകുന്നതും ഒരുപക്ഷെ ഈ ഹാരിസിനെ പിടികൂടിയ വാർത്തകൾ തമസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യപ്പെട്ടതുമാകാം. കാരണം ഇത് കേരളമാണ്, ഇതും സംഭവിക്കും, ഇതിലപ്പുറവും സംഭവിക്കും.